ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ കാലത്ത് കണ്ണ് തുറക്കുമ്പോൾ ഭാര്യ വീട്ടിലുണ്ടാവുക എന്നുള്ളതാണ്. കഴിഞ്ഞ 3-4 മാസമായിട്ട് അവൾക്ക് ഇപ്പോൾ ഏർലി മോർണിംഗ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കാലത്ത് അപ്പൂസിനെ എണീപ്പിക്കുക, കുളിപ്പിക്കുക, ഡ്രസ്സ് മാറ്റിക്കുക, ഫുഡ് കൊടുക്കുക, അങ്ങനെ കംപ്ലീറ്റ് പണിയും പെൻ്റെ മണ്ടയ്ക്കാണ് ഇരിക്കണത് എന്നുള്ളതാണ്. പോകെ പോകെ ഈ കാര്യങ്ങളെല്ലാം ഞാൻ വളരെ എക്സ്പേർട്ടായിട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് തന്നെ റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും അവളുണ്ടെങ്കിൽ പകുതി ആശ്വാസമാണെന്നുള്ളത് പറഞ്ഞേ പറ്റൂ എന്നുള്ളതാണ്. വീക്കെൻഡ്സിലല്ലാതെ പാറുവിനെ കാലത്ത് കണ്ട കാലം മറന്നുപോയി എന്ന് പറയുന്നതായിരിക്കും സത്യം. പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടാറ്റം കൂട്ടിമുട്ടിച്ചല്ലേ പറ്റൂ. തുടരെ വീഡിയോസുകൾ ഇടുന്നത് കാണുന്നതുകൊണ്ടാന്ന് തോന്നുന്നു പുള്ളിക്കാരത്തി ഇന്ന് ഭയങ്കര മൂഡായിരുന്നു. വണ്ടിയും ഇരുന്ന് ഭയങ്കര ഡാൻസ് ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ക്യാമറ നോക്കി ഹായ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഈ മർത്താകര സിഗ്നലും സൂര്യേട്ടനും തമ്മിൽ എന്തോ കൊളാബ് ചെയ്യണമെന്ന് തോന്നുന്നു. 1-2 മിനിറ്റ് ഡെയിലി എന്നെ ഇവിടെ നിർത്തി വെയിൽ കൊള്ളിക്കാണ്ട് കടത്തി വിടില്ല എന്നാണ് ഇവരുടെ തീരുമാനം. അങ്ങനെ അപ്പൂസിൻ്റെ സ്ഥലത്തി അപ്പൂസ് ഇറങ്ങാനുള്ള പരിപാടി നോക്കണു. പതിവില്ലാണ്ട് ഒരു ടാറ്റി ഉമ്മയൊക്കെ കിട്ടി, പക്ഷേ വീഡിയോയിൽ കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അവിടെ നിന്ന് ഇറങ്ങേണ്ട താമസം ചെയ്താൽ പാറുവിൻ്റെ കോള്. മോളെ കാണാൻ വേണ്ടി വിളിച്ചതാണ്, പക്ഷേ മോനെ കണ്ട് മടങ്ങേണ്ട വന്നു. കറക്റ്റായിട്ട് പുതുക്കാട് സിഗ്നലിൽ ഞാൻ ചെന്ന് കയറി കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. വെയിൽ വല്ലതും കുറയുമെന്ന് അറിയാൻ വേണ്ടി ആകാശത്തോട് നോക്കിയപ്പോൾ തുടരുന്നു. ലാലേട്ടൻ വരേണ്ട ട്രോളാണ്. പൊതുവേ ഇന്ന് ബ്ലോക്കും ബഹളമൊക്കെ കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എത്തി. പോയി ഇവന് തീരെ അനുസരണയില്ലാണ്ടായി. ഞാൻ എങ്ങനെ ഇരിയാലും മുടി മര്യാദയ്ക്ക് കിടക്കുന്നില്ല. എന്നാൽ പിന്നെ അനുസരണ വരുത്തിയിട്ടുള്ള കാര്യമുള്ളൂ. കൈയോടെ മുടി വെട്ടാൻ തീരുമാനിച്ചു. ഫോൺ എടുത്തു, നിഖിലേട്ടന് മെസ്സേജ് അയച്ചു. നിഖിലേട്ടൻ്റെ ഫ്രീ ടൈം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് വെട്ടിയിട്ടെന്ന കാര്യം. സമ്മർ ആയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി ഒന്നല്ല ആദ്യം നോക്കാം. ഫാനാണ് കറക്റ്റായിട്ട് ഇടാൻ ഞാൻ പിടിച്ചിട്ടുണ്ട്. 1-2 മണിക്കൂർ വളരെ കൂളായിട്ട് പോയി കിട്ടിയിട്ടുണ്ട്. എമർജൻസി ആയിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ വരെ പോകണം. പോയാലോ? ലെറ്റ്സ് ഗോ. ഇവിടെ കാര്യങ്ങൾ കുറച്ച് ഡിലേ ഉണ്ട്. ചകിരി പോലെ തന്നെ മുടി പറക്കണ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം അവിടുത്തെ കാറ്റ്. സുഖം. റെസ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി നോക്കാം. ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് കരുതി. ചായയാണല്ലോ നമ്മുടെ മെയിൻ. പുറത്ത് നോക്കിയപ്പോൾ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഭയങ്കര തിരക്കായി പോയി. എന്തൊക്കെയോ ചിന്തിച്ച് തല പെരുത്തി കയറി വരുന്ന ഈ മനുഷ്യനാണ് ഇന്ന് തന്നെ സുന്ദരനാക്കാൻ പോണേന്ന് പറയുമ്പോൾ ചെറുതായിട്ട് പേടിയില്ലാണ്ടില്ല. ജനിച്ച് തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി തൊട്ട് മരിച്ച് പെട്ടിയിൽ കിടക്കുന്ന മനുഷ്യന്മാരോട് വരെ സംസാരിക്കാൻ ഇഷ്ടം പോലെ ടോപ്പിക്കുള്ള മനുഷ്യനെ വീഡിയോയിൽ വരാൻ നാണം. നോണിയാണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്. എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ലുക്ക് നിങ്ങൾ കണ്ടിട്ട് പറയും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.